നീ എന്നെ എവിടെ ആക്കിയിരിക്കുന്നോ, ഞാൻ എവിടെ നിൽക്കുന്നോ അവിടെയെല്ലാം ഫെയ്ത്ത്ഫുൾ ആയിരിക്കാൻ എനിക്ക് കൃപ തരണമേ. സാമ്പത്തികത്തിൽ, ബന്ധങ്ങളിൽ, കുടുംബജീവിതത്തിൽ, എവിടെയെല്ലാം നീ എന്നെ നിർത്തിയിരിക്കുന്നു അവിടെയെല്ലാം വിശ്വസ്തനായിരിക്കാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ. ശുശ്രൂഷകരോട് ഞാൻ പറയട്ടെ, ദൈവവേലക്കാരോട് ഞാൻ പറയട്ടെ, നിശ്ചയമായും നിങ്ങൾ അല്പത്തിൽ വിശ്വസ്തരായിരിക്കണം. നിങ്ങൾ അല്പത്തിൽ വിശ്വസ്തരായിരുന്നെങ്കിൽ മാത്രമേ അധിക കാര്യങ്ങൾ ദൈവം നിങ്ങളെ ഏൽപ്പിക്കുകയുള്ളൂ. അതാ 101-ാം സങ്കീർത്തനം 4, 5, 6 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. വക്രഹൃദയം എന്നോട് അകന്നിരിക്കും, ദുഷ്ടതയെ ഞാൻ അറിയുകയില്ല. കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവരെ ഞാൻ നശിപ്പിക്കും. ഉന്നത ഭാവവും നിഗള ഹൃദയമുള്ളവനെ ഞാൻ സഹിക്കുകയില്ല. ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും. ദേശത്തിലെ വിശ്വസ്തന്മാരുടെ മേൽ എന്റെ ദൃഷ്ടി ഇരിക്കുന്നു, അവരുടെ മേൽ ദൈവത്തിന്റെ കണ്ണുകൾ ഇരിക്കുന്നു. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാനിടയാകും. ഇതിനകത്ത് ഇനി എന്ത് എക്സ്പ്ലനേഷനാ? ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എന്താണ് വ്യാഖ്യാനിച്ചു തരേണ്ടത്? വായിച്ചു മനസ്സിലാക്കൂ. ദേശത്തിലെ, ഭവനത്തിലെ, കുടുംബത്തിലെ, സഭയിലെ, ശുശ്രൂഷയിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ വസിക്കേണ്ട, അവരെ എന്റെ കൂടെ വസിക്കുള്ളൂ, അവരെ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുള്ളൂ, അവരെ എന്നോട് കൂടെ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. എന്റെ ദൃഷ്ടി അവരുടെ മേലെ ഇരിക്കുള്ളൂ. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എനിക്ക് ശുശ്രൂഷ ചെയ്യും. സഹോദര സഹോദരി, ഇന്ന് ദൈവവേലയാണ്, ശുശ്രൂഷയാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന പലതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എനിക്കതിൽ കൂടുതൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു ലൈവ് സർവീസ് ആയതുകൊണ്ട് ഒറ്റ കാര്യം മാത്രം ഞാൻ പറയുന്നു. നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ, നേരോടെയും വിശ്വസ്തയോടെ നിൽക്കുന്നവൻ ശുശ്രൂഷിക്കും. നമ്മൾ കാണത്തില്ലേ ചിലതിൽ തുടരും എന്ന്, തുടരും, അവൻ വീണ്ടും തുടരും. അല്ലാത്തവനെല്ലാം കേട്ടോ ദി എൻഡ് എന്ന് എഴുതി കാണിച്ച് നിന്റെ ചാപ്റ്റർ അവിടെ ക്ലോസ് ആകും.